കെംപെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു, അതായത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ലോകത്തിലെ തന്നെ മനോഹരമായ എയർപോർട്ടുകളിൽ ഒന്നുമായ ഈ എയർപോർട്ടിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര കണ്ണൂരിൽ നിന്നും കാറിലായിരുന്നു. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും 35 കിലോമീറ്റർ നോർത്തിലായിട്ടാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ 2 ടെർമിനൽസ് ആണുള്ളത്. ടെർമിനൽ 1 നിന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടെർമിനൽ 2 നിന്നാണെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് ടെർമിനൽ 2. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ട്. സാധാരണ എയർപോർട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള തിരക്കൊന്നും ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടില്ല. മുന്നിൽ തന്നെ ധാരാളം ലഗേജ് ട്രോളീസ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയിൽ നിന്നും 2 ട്രോളീസ് എടുത്ത് ഞങ്ങളുടെ ലഗേജസ് ഒക്കെ അടുക്കി വെച്ച് ഞങ്ങൾ ചെക്ക് ഇൻ ഏരിയയിലേക്ക് നടന്നു. ബോർഡിംഗ് പാസ് പഞ്ച് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഗേറ്റിലൂടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. നോക്കൂ, ഇവിടുത്തെ മനോഹരമായ നീറ്റ് ആൻഡ് ക്ലീൻ ഫ്ലോർ. മുകൾ ഭാഗത്താണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് ധാരാളം ഫ്ലവർ പോട്ട്സ്, ചെടികൾ, മേലെയും പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു അടിപൊളി വൈബ്. 95-ലധികം ചെക്ക് ഇൻ കൗണ്ടേഴ്സാണ് ഇവിടെ ഉള്ളതെന്ന് കണക്കുകൾ പറയുന്നു. എല്ലാറ്റിനും ഗൈഡ് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ലഗേജസ് ഒക്കെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിങ്ങിനായിട്ട് മുന്നിലോട്ട് പോയി. ഈ കാണുന്ന സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയയിൽ നിന്ന് ഞങ്ങൾ
സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകുന്ന വഴി ധാരാളം സമയമുള്ളത് കാരണം എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഈ വിശാലമായ ഡ്യൂട്ടി ഫ്രീ ഏരിയയിലെത്തി. ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് കിട്ടുന്ന ഈ വിശാലമായ ഏരിയയിലെ വ്യൂസ് അതിമനോഹരമാണ്. വളരെ നല്ല രീതിയിലാണ് എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. 16 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വിശാലമായ എയർപോർട്ട് യാത്രക്കാർക്ക് നല്ലൊരു പിക്നിക് സ്പോട്ട് കൂടിയാണെന്ന് തോന്നി. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വന്നാൽ ചെക്ക് ഇൻ ലഗേജ് 15 കിലോ പെർ പാസഞ്ചർ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലാണെങ്കിൽ പെർ പാസഞ്ചർ 23 കിലോ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഞങ്ങൾ ടാക്സിയുടെ സഹായം തേടിയത്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൽ ചെക്ക് ഇൻ ബാഗേജ് 23 കിലോ, ക്യാരി ബാഗ് 7 കിലോ, പിന്നെ ലാപ്ടോപ്പ് ബാഗ് 5 കിലോ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും. 4 പേരാവുമ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജസും ടാക്സി ചാർജസും ഏകദേശം ഒരുപോലെയാണ്. കാറിൽ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. യാത്ര ഇഷ്ടമുള്ളവർക്ക് വഴിനീളെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമല്ലോ. കുറേ സ്ഥലത്ത് ഗാർഡൻസ്, പ്ലാന്റ്സ്, ചില സ്ഥലങ്ങളിൽ ഫൗണ്ടൈൻസ്, വാട്ടർഫോൾസ് എന്നിവ അടങ്ങിയ ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ ബേസ്മെൻറ്റ് വ്യൂസ് ഒക്കെ അതിമനോഹരമാണ്. കൊച്ചുമോളാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. അവൾ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് കാനഡയിലെ ടൊറാൻഡോയിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നും ഫസ്റ്റ് ഫ്ലൈറ്റ് പാരീസിലേക്കാണ്.
സെക്കൻഡ് ഫ്ലൈറ്റ് പാരീസിൽ നിന്നും ടൊറാൻഡോയിലേക്കാണ്. ഡെൽറ്റ എയർലൈൻസിലാണ് ഞങ്ങൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ഫ്രാൻസ് ആണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.